ഹലോ ഗൈസ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ മൈൻക്രാഫ്റ്റിലെ വിതറിനെ എങ്ങനെ കൊല്ലണമെന്നാണ്. അപ്പോൾ നമുക്കറിയാം മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷനിൽ വിതറൊക്കെ ഭയങ്കര ടഫാണ്. അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ വിതർ ഇതിനകത്ത് ഭയങ്കര ഹാർഡാന്ന് പറയാം. ഇതിനകത്ത് നല്ലൊരു രീതിയിൽ സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ മാത്രമാണ് വിതറിനെയൊക്കെ നൈസായിട്ട് കൊല്ലാൻ പറ്റുള്ളൂ. പക്ഷെ എന്നാലും ഒട്ടുമിക്ക പ്ലേയേഴ്സിനും ഇപ്പം തന്നെ വിതറിനെ എങ്ങനെ കൊല്ലണം എന്നോ അല്ലെങ്കിൽ എങ്ങനെ അതിൻ്റെ ഒപ്പം ഫൈറ്റ് ചെയ്യണമെന്നും കൂടി അറിഞ്ഞൂടാ. അതൊക്കെ കാണിച്ചു തന്നെ ഒരു വീഡിയോ ആയിരിക്കും ഇത്. അപ്പം അതിനുവേണ്ടി നമുക്ക് ഒരു മൂന്ന് ടോട്ടം ഫണ്ടിങ് ഇത് കിട്ടാൻ നമുക്കിങ്ങനെ റെയ്ഡ് ചെയ്താൽ മതി. അപ്പം ഈ ഓമിനസ് ബോട്ടിലൊക്കെ കഴിച്ച ആ പോഷനൊക്കെ കുടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്താ പറയുക, ഒരു വില്ലേജ് ചെല്ലുമ്പോൾ റെയ്ഡ് അറ്റാക്ക് ചെയ്യുന്നത് വില്ലേജസായിട്ട്. അതിനകത്ത് നമ്മൾ അവരെ തോപ്പിച്ച് നമുക്ക് അവിടെ ലൂട്ട് ചെയ്യുന്നതാണ് ഈ സാധനമൊക്കെ കിട്ടുന്നത്. കുറേ ലൂട്ടൊക്കെ കിട്ടും, കുറേ എന്താ പറയുക എമറാൾഡ് അതൊക്കെ കിട്ടും. അപ്പം അതിനകത്ത് ഈ വോക്കേഷൻ കൊല്ലുമ്പോൾ കിട്ടണമെങ്കിൽ ടോട്ടം ഫണ്ടിങ്. ഇത് മിക്ക ബെഡ് റോക്ക് പ്ലേയേഴ്സിന് സംഭവം എന്താണെന്ന് അറിഞ്ഞുകൂടാ. ഈ ഒരു ചാനലിൽ നിന്ന് തന്നെ ബെഡ് റോക്കിനെ സംബന്ധിച്ച് എല്ലാ ഒരു തരം വീഡിയോസും നമ്മൾ ഇടണേക്കും. എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു ചാനലായതുകൊണ്ട് തന്നെ വലിയ റീച്ചൊന്നും ഇപ്പോൾ തന്നെ കാണില്ല. അപ്പോൾ കാണുന്നവർ പരമാവധി സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ലാഗാക്കാണ്ട് വീഡിയോ ഇട്ട് വരാം. അപ്പോൾ നമുക്കിതിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്താണെന്ന് പറയാം. ടോട്ടമാണ്, പിന്നെ വേണ്ടത് ആർമർ. നമ്മൾ ഡയമണ്ട് ഗിയറിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. കാര്യം ഡയമണ്ട് ഈ ഒരു എന്താ പറയുക, ഈ ഒരു കാലത്ത് പ്ലേയേഴ്സിനൊക്കെ ഈ ഒരു അപ്ഡേറ്റിലൊക്കെ അത് പ്ലേയേഴ്സിനൊക്കെ ഡയമണ്ട് ഗിയർ കിട്ടാൻ വലിയ പാടൊന്നുമില്ല. കാര്യം ഒരു ഇച്ചിരി കുഴിച്ചാൽ മതി. ഒരു 58 -58 ആ ലെയറിൽ കുഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് ഡയമണ്ട് ഗിയർ എടുക്കാമെന്നുള്ളൂ. കാര്യം ഇപ്പം നമുക്ക് ഇത് കിട്ടാൻ വലിയ ടഫൊന്നുമില്ല, ഡയമണ്ട് കിട്ടാൻ. അപ്പം നമ്മൾ ഡയമണ്ട് ഗിയറാണ്. പിന്നെ വേണ്ടത് തന്നെ പ്രൊട്ടക്ഷൻ ആർമറാണ്. ഫുൾ പ്രൊട്ടക്ഷൻ ആക്കണം. കാര്യം പ്രൊട്ടക്ഷൻ നല്ല രീതിയിൽ എഫക്റ്റീവായ ഒരു എൻജോയ്മെൻ്റാണ്. നമുക്കൊരു അൻവിൽ വേണം. ബോ വേണം. ബോവാണ് ഇതിനകത്ത് മെയിൻ. ബോവും സോറി. പിന്നെ നമുക്കൊരു 10, 12, 16 ഗോൾഡൻ ആപ്പിളെങ്കിലും വേണം. എൻചാൻഡ് അല്ല, സാധാ ഗോൾഡൻ ആപ്പിൾ വെച്ചാൽ മതി. കാര്യം നമ്മൾ സർവൈവൽ വേൾഡിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയതാണ് ഗോൾഡ് ആപ്പിൾ. കാര്യം നെതറിൽ നിന്ന് തന്നെ നമുക്ക് ലോട്ട് ഓഫ് ഇത് കിട്ടും, ഗോൾഡ് കിട്ടും, ഗോൾഡിങ് കിട്ടും. പിന്നെ ഈ ആപ്പിളാണെങ്കിൽ നമുക്ക് ഓക്സ് ആപ്പിളിങ്ങും വെച്ചും ചെയ്യാമെന്നുള്ളൂ. നമുക്ക് ഗോൾഡൻ ആപ്പിൾ മതി. പിന്നെ വേണ്ടത് പ്രൊട്ടക്ഷൻ 4. അത് നിങ്ങൾക്ക് വില്ലേജേഴ്സായിട്ട് ട്രേഡ് ചെയ്ത് എടുക്കാമെന്നുള്ളൂ. അത് എങ്ങനെ എടുക്കും അല്ലെങ്കിൽ എങ്ങനെ ട്രേഡ് ചെയ്യും എന്നൊക്കെ ഉള്ളതിനുള്ള വീഡിയോ നമ്മൾ ലേറ്റർ ഇടണമായിരിക്കും. പ്രൊട്ടക്ഷൻ 4 ഫുള്ളാണ് നമുക്ക് സെറ്റ് ചെയ്യാം. ആർമർ പോയി. അപ്പം നമ്മൾ നമ്മുടെ ആർമറൊക്കെ സെറ്റ് ചെയ്യേണ്ടത്, ഏകദേശം ലൂട്ടൊക്കെ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതാണ് ഒരു പ്ലെയറിന് മിനിമം വേണ്ട ലൂട്ട്. കാര്യം ഈ ടോട്ടം ഓഫ് ഫണ്ടിങ് 3 ഒരെണ്ണെങ്കിലും വെച്ചേക്കണം എന്നല്ല. കാര്യം ചാവാണ്ട് നോക്കാൻ പരമാവധി ഹെൽപ്പായിരിക്കും. പിന്നെ തന്നെ നമ്മുടെ സോഡ് ഷാർപ്നെസ് 5 മാത്രമേ വെച്ചിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫയർ ആസ്പെക്റ്റ്, പിന്നെ മെൻഡിങ്, അൺബ്രേക്കിംഗ് ഓരോന്നൊക്കെ. ഡാമേജ് കിട്ടാൻ നല്ലത് സ്മൈറ്റ് 100 ആയിട്ടുള്ള മോബ്സ് എന്ന് പറയണം. അപ്പോൾ ഇതിന് കിട്ടുന്നതാണ് എൻ്റെ ഒരു തോന്നൽ. കാര്യം ഇതിനെതിരെ ഷാർപ്നെസ്സും സ്മൈറ്റൊക്കെ നല്ല രീതിയിൽ ഡാമേജ് കൊടുക്കണം ഒരു ജനം. പിന്നെ ഫയർ ആസ്പെക്റ്റ് വെക്കണം നല്ലതാണ്. കാര്യം അതും ഡാമേജ് കൊടുക്കും. പിന്നെ നിങ്ങളുടെ ആർമറിൽ പ്രൊട്ടക്ഷൻ മാത്രം ഞാൻ വെച്ചേക്കുള്ളൂ. പരമാവധി മിനിമം ആയിട്ടാണ് ഞാൻ ഇപ്പോൾ വെച്ചേക്കുന്നത്. പ്രൊട്ടക്ഷൻ ആണ് വേണ്ടത്. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അൺബ്രേക്കിങ്, തോൺസ് ഒക്കെ. തോൺസ് ഭയങ്കര എഫക്റ്റീവാണ്. തോൺസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് കളിക്കാം. പിന്നെ
ഞാനിപ്പോൾ ഒരു ഇലക്ട്ര ഉപയോഗിച്ചിട്ടുണ്ട്. ഇലക്ട്ര എന്തായാലും വിതറായിട്ടുള്ള ഫൈറ്റിൽ നിങ്ങൾക്ക് എപ്പോഴും ഇലക്ട്രയൊക്കെ ഉണ്ടാവുന്ന കാര്യം. ഇലക്ട്ര കിട്ടാൻ വലിയ പാടൊന്നുമില്ല. എൻ്റെ ബീറ്റ് ചെയ്യാനൊക്കെ ഇപ്പോൾ സിമ്പിളാണ് കളിയിലൊക്കെ. ഹെഡ് പിന്നെ സോൾ സാൻഡ് അത് മിനിമം ആയിട്ടുള്ള ലൂട്ടാണ്. ഇപ്പൊ പ്രൊട്ടക്ഷൻ 4 ആണ് ഞാൻ എല്ലാத்தைയും വെച്ചേക്കുന്നത്. ഈ മൊത്തം പ്രൊട്ടക്ഷൻ 4, പിന്നെ ഇത് എലിറ്റർ അൺബ്രേക്കിംഗ് വെച്ചിട്ടുണ്ട്. ഫയർ വർക്ക് അത് ചെയ്യാം കുറച്ച് മതി. പിന്നെ ഏറ്റവും കൂടുതൽ വേണ്ടത് ബക്കറ്റ് ഓഫ് മിൽക്കാണ്. കാര്യം ഇതെന്താ ആവശ്യം എന്ന് പറയുകയാണെങ്കിൽ വിതർ ഒരു തരം എന്താ പറയുക, ഒരു കഴ്സ് സാധനം ഇട്ടാൽ നമുക്കത് എഫക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിൻ്റെ ഒരു പോയിസൺ കൂട്ടി അടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് പകരം ഏതൊരു എന്താ പറയുക കഴ്സ് ബ്രേക്ക് ചെയ്യാനും ബെറ്ററാണ് ബക്കറ്റ് ഓഫ് മിൽക്ക്. ഓഷൻ മോണുമെന്റ്സ് ഒക്കെ റെഡി ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ആവശ്യം വരും. കാര്യം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എന്താ പറയുക മൈനിങ് എഫക്റ്റ് മൈൻ ചെയ്യാൻ പറ്റാതിരിക്കുന്ന ഒരു കഴ്സ് ഇടും. അപ്പോൾ അതൊക്കെ ബ്രേക്ക് ചെയ്യാനൊക്കെ എല്ലാ തരം കഴ്സ് ബ്രേക്ക് ചെയ്യാൻ ബക്കറ്റ് ഓഫ് മിൽക്ക് നല്ലതാണ്. പിന്നെ പവർ 5 ഞാൻ വെച്ചിട്ടുണ്ട്, ഇൻഫിനിറ്റി പവർ 5. ഇതാണ് ബേസിക് ആയിട്ടൊരു ആരോയിൽ വേണ്ടത്. പിന്നെ ഫ്ലെയിം അതൊക്കെ നിങ്ങൾക്ക് വെക്കാൻ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്. കാര്യം നിങ്ങളുടെ ഒരു എന്താ പറയുക സിംപ്ലിസിറ്റി അനുസരിച്ച് എന്താ പറയുക സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫൈറ്റ് ചെയ്യുന്ന രീതി അനുസരിച്ച് നിങ്ങൾക്ക് വെക്കാം. പിന്നെ അത് സർവൈവൽ മോഡാക്കുക. എന്നിട്ട് നീങ്ങുക. ഇവിടെ കുറേ മോപ്പൊക്കെ ഉണ്ട്. സർവൈവൽ മോഡാക്കിയിട്ട് നേരെ ഇതിനെ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. അപ്പം നിങ്ങൾക്ക് കാണാൻ ഒരു മൊബൈൽ പ്ലെയറാണ്. അപ്പോൾ മിക്ക മൈൻക്രാഫ്റ്റ് കളിക്കണ കേരളീയമുള്ള മലയാളികൾക്കൊക്കെ മിക്കവരും മൊബൈലിൽ കളിക്കണം. കാര്യം തന്നെ PC ഇല്ല, അങ്ങനെ ഒരു ഇത് അനുസരിച്ച് ഫോണിൽ കളിക്കാവുന്നതാണ് നമ്മൾ. ഇതും പറഞ്ഞ് ഫോണിൽ കളിക്കണ അത്ര ശോഭമൊന്നും പറയല്ല കേട്ടോ. ഫോണിൽ കളിക്കണത് നല്ലതാണ്, ഇച്ചിരി ടഫാന്നുള്ളൂ. ഇത് നേരെ സർവൈവലാക്കണം. പിന്നെ നമുക്ക് മെയ്സൊക്കെ വെച്ച് വളരെ സിമ്പിളായിട്ട് അടിച്ചിടാം കേട്ടോ. മെയ്സൊന്നും ഇല്ലാത്ത രീതിയിലാണ് ഇപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്. നേരെ ഒരു ഫോർട്ടായിട്ട് വിത്തർ വന്നപ്പോൾ വിത്തർ ഇങ്ങനെ എന്താ പറ്റിയെന്നുള്ളത് തുടങ്ങി. അപ്പോൾ തന്നെ അടിച്ച് തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് കൊണ്ട് പറഞ്ഞു. അതിൻ്റെ പാറ്റേൺ നോക്കി ഇതിൽ ഓരോ സ്കൂളിലിരിക്കുന്നുണ്ട്. റെഡി വേണം. അപ്പോൾ 4 അറ്റാക്ക് ചെയ്തത് ചെയ്യണമെന്ന് എന്നിട്ടൊരു ഗ്യാപ്പ് ഉണ്ടാവും. 3, 4 4 വീതം. പിന്നെ ഒരു 4 കൂടി 2, 3, 4 റിതം അനുസരിച്ച് പോയത് അതവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. ഇത് രക്ഷപ്പെടാൻ സമ്മതിക്കല്ല കേട്ടോ. വന്നില്ല. അതിൻ്റെ ഫാസ്റ്റ് കൂടി ഉണ്ടെന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. പരമാവധി ഗ്രൗണ്ടിൽ നിന്ന് തന്നെ കളിക്കാം. കേട്ടതാണ്. പാറ്റ ശ്രദ്ധിക്കാം. 4 അറ്റാക്ക് ചെയ്യാം. ഇതൊന്ന് പൊള്ളിച്ചാൽ മതി.
ഇനി ഒരു 4 അറ്റാക്ക്. കൊണ്ടില്ല. ഓടിക്കോ. ഇത് ഈ മോബ് മൊത്തം മൈൻക്രാഫ്റ്റിലെ ഒരു എന്താ പറയാ ഒരു റിട്ടേൺ ചെയ്താണ്. നല്ല അറ്റാക്ക് കിട്ടിയാൽ പറ്റും. ഇനി ഇതിന്റെ പാതി ഒരു HP നമ്മ കണ്ടു. അതിന്റെ അറ്റാക്ക് കൂടി കാണൂട്ടൊന്നല്ല. പിന്നെ അത് നല്ല ഫാസ്റ്റ് ആയിട്ട് അറ്റാക്കാണ്. പരമാവധി അടുത്തുനിന്ന് ആരോ വെച്ച് ഷൂട്ട് ചെയ്യുക. അതൊന്നും കൊള്ളല്ലോ. നോക്കാട്ടോ. പിന്നെ പാതി ഡാമേജ് ഏറുമേക്കിയത് ഭയങ്കര കണ്ട നൈറ്റായി തുടങ്ങിയിട്ടുണ്ട്. ഒന്ന് ഇവിടുന്ന് റേഞ്ച് വിളിച്ച് മാറിയിരിക്കാം. കാര്യം ഇതുമായിട്ട് ഒരു ഏരിയ സെലക്ട് ചെയ്യണം നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്ന കാര്യം. നിങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഏത് നേരം ഓടി അടക്കാനൊരു സ്പേസ് വേണം. അല്ലെങ്കിൽ ഇത് നേരെ നമ്മൾ എന്താ പറയുക അടിച്ചടി മഴവും പിന്നെ കുഴി ഇതൊക്കെ ഉള്ള ഏരിയ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫൈറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇതുമാതിരി നൈറ്റൊക്കെ ആകുമ്പോൾ സോംബീസ് ഫോൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ പറന്ന് പോകാനൊരു ഇതുണ്ടാവില്ല. ശരിക്കും ഞാൻ ഫൈറ്റ് ചെയ്ത് എനിക്ക് എൻ്റെ അഭിപ്രായത്തിൽ എനിക്ക് എപ്പോഴും വിതറിച്ച് ടഫായിട്ട് തോന്നിയേക്കണം. പിന്നെ ഏറ്റവും സിമ്പിളായിട്ട് എനിക്ക് ഡ്രാഗൺ എന്താണെന്ന് കേട്ടോ. എൻ്റെ ഡ്രാഗന് വലിയ അറ്റാക്ക് തോന്നിക്കാറില്ല. പിന്നെ അതിൻ്റെ മൊമെൻ്റ് സിമ്പിളാണ്, പ്രെഡിക്റ്റ് ചെയ്യാൻ സിമ്പിളാണ്. എൻ്റെ ഒരു ഇതനുസരിച്ച് അത് ഫൈറ്റ് ചെയ്യണമെന്ന്. എന്നാലും ഈ ടഫാണ്. നാട്ടിൽ എയറിലാണ് കളിക്കുന്നത്. നിങ്ങൾക്കൊരു ഇച്ചിരി അധികം ഗോൾഡൻ ആപ്പിളൊക്കെ കഴിക്കാൻ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഇപ്പൊ പാതി വരാൻ സിമ്പിളായിട്ട്. അയ്യോ ഇപ്പൊ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്ത് തുടങ്ങിയിട്ട് ഇതല്ലാണ്ട് ഒരു ഇച്ചിരിയും കൂടി അമ്പതാളും ജീവിക്കാൻ സമ്മതിക്കൂല. ഇത് പൊള്ളിച്ചാൽ മതി. ഇതാണ് വർക്കൗട്ട് കളിക്കാം. അല്ല ഓടാം. പിന്നെ പാടി വെച്ചിട്ടാണ് പറ്റും.
കളിക്കുന്നത്. ഇതാണ് എൻ്റെ തപ്പ്. അതാണ് നമ്മുടെ മൊബൈൽ ഏറ്റവും വലിയ തപ്പ്. കൊണ്ടുണ്ട്. ഇനിയും ബ്ലോക്ക് ബ്രേക്ക് ചെയ്യാൻ തുടങ്ങും ഈ സാധനം. താഴോട്ട് പോയി. അതിൻ്റെ ലാഗ് വന്നേക്കണ്ട. അതിതാണ് ബ്ലോക്ക് ബ്രേക്ക് ചെയ്യുന്നത്. എന്നിട്ട് ഒരു 3 വിധ സ്കെലറ്റൻ ലാഗായതുകൊണ്ട് ഇപ്പം അതിനെ ഫൈറ്റ് ചെയ്യുന്നത്. ലാഗൊന്ന് പറഞ്ഞപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഒന്നതിൻ്റെ അടുത്ത് എന്ത് ചെയ്യും. അടുത്തെന്ത് ഈ 2 എണ്ണം കൂടി കാണുമല്ലോ. കിട്ടാതെ കണ്ട. ഇത് തുരന്ന് താഴെ പോയി. ഈ ലെറ്ററൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് സിമ്പിളായിട്ട് ഇനി എന്താ പറയുക ഫൈറ്റ് ചെയ്യാം. ജസ്റ്റ് മിസ്. ഈ ടോട്ടൽ ഇല്ലെങ്കിൽ ഞാൻ ശരിക്കും ചത്ത്. 3 4 കാലിൻ്റെ കുട്ടിയുള്ളൂ. ഇത് പിന്നെ പുറത്തോട്ട് വരട്ടെ. ഇങ്ങോട്ട് വരട്ടെ. നല്ല ബ്ലോക്കൊക്കെ ബ്രേക്ക് ചെയ്തായിരിക്കും കളിക്കണേ. ഇനിയിപ്പോൾ അത് താഴത്തെ ലെവലനുസരിച്ച് കളിക്കണമെന്ന് പറഞ്ഞിട്ടോ. അങ്ങോട്ട് വരട്ടെ. എന്തായാലും ഇന്നത്തേല് വരും. വരാണ്ടിരിക്കൂലല്ലോ. ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് വണ്ടി വെയിറ്റ് ചെയ്യാം. ഇങ്ങോട്ട് വരും. അതിന്റെ HP കൂടുന്നുണ്ടോ. ഈ ഒരു പാതി എത്തുമ്പോഴേക്കും എന്താ പറയാ ഫോൺ കിടന്ന് ലാഗാകാൻ തുടങ്ങി. അതായത് ഈ സാധനം കിടന്ന് ബ്ലോക്ക് ബ്രേക്ക് ചെയ്തോണ്ടിരിക്കട്ടെ. അത് 1 2 ഇല്ല കണ്ട. ആ സൗണ്ട് കേൾക്കാം. എനിക്ക് മനസ്സിലാവുന്നത് ബ്ലോക്ക് ബ്രേക്ക് ചെയ്ത് ഇവിടെ എത്തി. കുറച്ചുകൂടെ ഓടി ടൈം വേസ്റ്റ് കാര്യം. ഞാൻ എൻ്റെ 1 4 5 അടിച്ച്. ഇങ്ങനെ പറഞ്ഞു വെച്ചാട്ടോ. അപ്പോൾ നല്ല രീതിയിൽ ആകമുണ്ട്. ഇത് പിന്നെ ഇങ്ങോട്ട് വരും. ഇപ്പം നമ്മളല്ലേ സ്റ്റോൺസ് ഉണ്ടെങ്കിൽ ഇതിൻ്റെ പാതി മുക്കാൽ എത്തി അത് തന്നെ കളഞ്ഞു. കാര്യം ഒരു 6 ആഗ് കൂട്ടുകാരന്ന് ഓടിയാൽ മതി. അപ്പം കണ്ട ഇവിടെയൊക്കെ എൻ്റെ ലാഗ് കുറഞ്ഞു. ഫോണിൻ്റെ ലാഗ് കുറഞ്ഞു. ഞാനാണെങ്കിൽ പരമാവധി സെൻറ്റർ കുറച്ചിട്ട് കളിക്കണേ. ഇതിൻ്റെ അകത്തോട്ട് വന്ന് അത് ഇങ്ങോട്ട് വരും. 5 കൂടെ ഇങ്ങോട്ട് വരട്ടെ. കഷ്ടാക്കില്ല.
പരമാവധി കാമായിട്ട് തന്നെ വിളിക്കുക. ഫസ്റ്റ് ഇട്ടങ്ങ് സ്റ്റോറിന് കൊടുക്കുന്നുണ്ട്. പരമാവധി അടുത്തോട്ടുണ്ട്. അതിപ്പോ നൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ട് കേട്ടോ. അല്ല ഇങ്ങോട്ടൊക്കെ വന്നപ്പോ ലാഗ് മാറി. അതിലെന്താ ആകെ 2 ബക്കറ്റ് മിൽക്കുള്ളൂ. വലിയ വലിയ അടി കിടക്കുമ്പോ അതിൻ്റെ ഇടക്കത്. ഇനിയിപ്പോ നമുക്ക് ഗോൾഡൻ ആപ്പിൾ വെച്ച് പരമാവധി കളിക്കാം. ഗോൾഡൻ ആപ്പിൾ ലോഡാകാത്ത എന്താ പറയാ, ഇത്രയും ചാൻസ് അങ്ങോട്ട് കേപ്പ് ലോഡായി. അതെ അകന്ന് നോക്കാതെ കണ്ടട്ടാ. ഇനിയിപ്പ ഡാമേജ് ആണ്. കള്ളാട്ടോ ചേട്ടാ. ഇലക്ട്രിൻ്റെ ഏറ്റവും ബെറ്റർ ഇതാണ്. കണ്ടോ അവിടെ നിൽക്കാണ്. എച്ച് ഫുള്ളാവണ അവരെ വെയിറ്റ് ചെയ്യുക, അതാണ് ബെറ്റർ. ഇങ്ങോട്ട് വരുമോ? ഓക്കെ വന്നു. നമ്മുടെ എച്ചിക്ക് ഏറെക്കുറെ ഇതാണ് കേട്ടോ. കഴിഞ്ഞോളാം. ഒടുക്കത്തിലാകും. കൂടെ ഉള്ളത് വെള്ളം കത്തി കഴിഞ്ഞാൽ അതിൻ്റെ എച്ച് പി ഏറെക്കുറെ നല്ല രീതിയിൽ കുറഞ്ഞു കേട്ടോ. ഈ ടൈമാണ് ഫോൺ കിടന്ന് വിറയ്ക്കാണ്. പിന്നൊരു എക്സ്പ്ലോഷൻ ഉണ്ടാവും. അങ്ങനെ വിതരണം നമ്മ ചെയ്തു. മൈൻക്രാഫ്റ്റ് ബെഡ് റോക്ക് എഡിഷനില് അതിൻ്റെ ഇതെന്ത് നെതർ സ്റ്റാർ. ഞാൻ എൻ്റെ ഒരു വേൾഡ് ഉണ്ട്. അപ്പം അതിനകത്ത് ഞാൻ ബീച്ച് ചെയ്ത് കാണിച്ചു തരാം. അതായത് ഇതിപ്പോൾ ഞാൻ
ഇതിട്ടല്ലേ ക്രിയേറ്റീവിന്ന് ഓരോരോ സാധനങ്ങളിട്ട് ബീറ്റ്. ഇപ്പം എൻ്റെ വീട്ടിൽ എല്ലാം ഇപ്പം ഏറെക്കുറെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കൊരു വേൾഡ് തുടങ്ങാം. നമുക്ക് ആദ്യമേ ഫുൾ എന്താ പറയുക ബെഡ് റോക്ക് പ്ലേയേഴ്സ് എങ്ങനെ പോകണം എങ്ങനെ കളിക്കണം എന്നുള്ള രീതിയിൽ നമുക്ക് കളിക്കാം. അയ്യോ ഇതൊക്കെ ഒന്നിട്ട് സാധനങ്ങളല്ല. ലാഗ് കുറഞ്ഞ കേട്ടോ, നല്ല രീതിയിൽ ലാഗാവുണ്ട്. അതേ കിടക്കണം ഇവിടെ. ഇതും വെച്ച് സാധനം കിട്ടി. നമുക്ക് ഇതും വെച്ചൊക്കെ ബീക്കണൊക്കെ ഉണ്ടാക്കണേ. നമ്മ വിതരണ ലാസ്റ്റ് വിതരണ തോപ്പിച്ച് നിങ്ങൾ തോൺസൊക്കെ ഉപയോഗിച്ച് കളിക്കണമെങ്കിൽ നിങ്ങൾക്ക് കിടിലായിട്ട് കളിക്കാൻ പറ്റും. കാര്യം നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ അതിനൊരു ഡാമേജ് കിട്ടും. അതാണ് തോൺസ്. അപ്പം അത് ഉപയോഗിച്ച് കളിക്കുകയാണെങ്കിൽ കിടിലായിട്ട് കളിക്കാം. അപ്പം ഇന്നത്തെ വീഡിയോ കഴിഞ്ഞ് എല്ലാവർക്കും ബൈ ബൈ.